friends, welcome back to my channel Rish's Corner. Hope you are doing well. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാര പൊങ്കൽ റെസിപ്പി ആയിട്ടാണ്. കാര പൊങ്കൽ ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണ്. അതുപോലെ 3/4 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരുന്ന അരിയും പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയും പരിപ്പുടെയും അളവ് കൂട്ടിയും കുറച്ചിടാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിക്ക് 3/4 കപ്പ് പരിപ്പാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കപ്പ് അരിക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്താലും മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. 3 മുതൽ 4 മിനിറ്റ് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. അരിയും പരിപ്പും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലപോലെ ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പൊങ്കൽ റെസിപ്പി ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 8 കപ്പ് നല്ല ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഹാഫ് ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റിന് വേണ്ടിയും പിന്നീട് അരി കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് ഒരു വിസിൽ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക്, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്, 5 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, അതുപോലെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെയും നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. ശേഷം മഞ്ഞൾപ്പൊടി അതുപോലെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം, കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. കൂടുതൽ ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അരച്ചെടുത്ത മിക്സ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരൽപ്പം കടുകും അതുപോലെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ നെയ്യിൽ തന്നെ കുറച്ച് ഫ്രൈ ആവട്ടെ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സി ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പൊങ്കൽ ലിക്വിഡ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ മിക്സി ജാറ് കഴുകിയ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നമ്മൾ ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലക്കൂട്ട് കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ നേരം തിളപ്പിക്കുമ്പോൾ ചിലപ്പം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 തിള തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടില്ലേ, ഇത്രയും തിളച്ചാൽ മതി. നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. അരിയും പരിപ്പും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരിയും പരിപ്പും കൂടുതൽ വെന്ത് പോകരുത്. ആ ഒരു പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു പൊങ്കലിന് ടേസ്റ്റ് കൂടുന്നത്.
കൂടുതൽ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലക്കൂട്ട് നല്ലപോലെ പിടിക്കുന്ന വിധത്തിൽ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്പൈസി പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സ്പൂൺ നെയ്യും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഇട്ട് കൊടുത്ത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പൊങ്കൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.